യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക് ആക്യുറസി, പ്രിസിഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എറേഴ്സ് ഇൻ മെഷർമെന്റ്. ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് ഒരു ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട്, ആ മെഷേർഡ് വാല്യൂവില് there may be some uncertainty. അതായത് ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂവിൽ നിന്ന് നമ്മൾ എടുത്ത മെഷർമെന്റിന് ചെറിയ വേരിയേഷൻസ് വരാം, ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകാം. ആ അൺസർട്ടനിറ്റിയാണ്, ആ ഡിഫറൻസിനെയാണ് എറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The result of every measurement by any measuring instrument contains some uncertainty. This uncertainty is called error. അപ്പോൾ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഏതൊരു മെഷർമെന്റിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകാം, ഒരു ഡിഫറൻസ് ഉണ്ടാകാം. അതിനെയാണ് എറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വി ആർ ടേക്കിംഗ് ദ ലെങ്ത് ഓഫ് എ സ്മോൾ സിലിണ്ടർ. ഒരു ചെറിയ സിലിണ്ടർ, അതിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യാണ്. ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ തന്നെ 15 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ചെറിയ സ്കെയിൽ വെച്ച് നമ്മൾ ആ സിലിണ്ടറിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്നു. ആ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 5.2 സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ ഈ 5.2 സെന്റിമീറ്റർ എന്നത് ആക്ച്വലി അതിന്റെ ലെങ്ത് 5.2നും 5.3യുടെയും ഇടയിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് 5.2 അല്ലെങ്കിൽ 5.3 എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. അപ്പൊ 5.2 എന്നാണ് ആ മെഷർമെന്റ് എടുത്തത്. അപ്പൊ 5.2 കഴിഞ്ഞ് സെക്കൻഡ് ഡെസിമൽ പോയിന്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ചും കൂടി കൃത്യമായിട്ട് പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ യൂസ് ചെയ്ത് അതിന്റെ റെസൊല്യൂഷൻ കുറവാണ്. ആ റെസൊല്യൂഷൻ ഉപയോഗിച്ച് 0.1 സെന്റിമീറ്ററേ ഉള്ളൂ. ഇപ്പൊ 0.1 ഒരു ഡെസിമൽ പോയിന്റ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ഇപ്പൊ 5.2 സെന്റിമീറ്റർ, 5.21 ആവാം, 5.22, 5.23, അങ്ങനെ 5.29 വരെ പോസിബിൾ വാല്യൂസ് ഉണ്ട്. അത് നമുക്ക് ഈ ഡിവൈസ് വെച്ച് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ ദർ ഈസ് ആൻ അൺസർട്ടനിറ്റി. 2 കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഡിജിറ്റ്, ആ ഡിജിറ്റിന്റെ കാര്യത്തിൽ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതായത് ദർ ഈസ് ആൻ എറർ ഇൻ ദിസ് മെഷർമെന്റ്. ഇനി മീറ്റർ സ്കെയിലിന് പകരം വെർനിയർ കാലിപ്പേഴ്സ് യൂസ് ചെയ്ത് ഇതേ സിലിണ്ടറിന്റെ ലെങ്ത് മെഷർ ചെയ്താല് വെർനിയർ കാലിപ്പേഴ്സിന് റെസൊല്യൂഷൻ കുറച്ചും കൂടി കൂടുതലാണ്. 0.01 സെന്റിമീറ്റർ വരെ മെഷർ ചെയ്യാം. ആ വെർനിയർ കാലിപ്പേഴ്സ് യൂസ് ചെയ്ത് ഇതേ സിലിണ്ടറിന്റെ ലെങ്ത് മെഷർ ചെയ്താൽ വി ഗെറ്റ് 5.23 സെന്റിമീറ്റർ. അതായത് സെക്കൻഡ് ഡെസിമൽ പ്ലേസും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിച്ചു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ആദ്യത്തെ നമ്മുടെ മെഷർമെന്റിൽ എറർ ഉണ്ട്. ഇത് 5.2, ഇത് 5.23 ആണ്. അപ്പൊ ഇവിടെ ഒരു എറർ ഉണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയി. Then again we are taking a screw gauge. Screw gaugeന് റെസൊല്യൂഷൻ 0.001 സെന്റിമീറ്റർ ഉണ്ട്. തേർഡ് ഡെസിമൽ പോയിന്റ് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതേ സിലിണ്ടറിന്റെ ലെങ്ത് സ്ക്രൂ ഗേജ് വെച്ച് മെഷർ ചെയ്തപ്പോൾ 5.234 സെന്റിമീറ്റർ എന്ന് നമുക്ക് ലഭിച്ചു. അപ്പൊ ഇവിടെ ഈ റിസൾട്ടും ആയി കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് റിസൾട്ടിലും എറർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 5.234. ഇനി കുറച്ചും കൂടിയും റെസൊല്യൂഷൻ കൂടുതലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്താൽ ഇതിന്റെ ഫോർത്ത് ഡെസിമൽ പ്ലേസ് 234 കഴിഞ്ഞ് വരുന്ന ഫോർത്ത് ഡെസിമൽ പ്ലേസോ ഫിഫ്ത്ത് ഡെസിമൽ പ്ലേസ് വരെയോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചേക്കും. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസസ് വെച്ച് നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് മെഷർമെന്റ് നടത്തിയാലും ആ മെഷർമെന്റിലെല്ലാം ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ദ റിസൾട്ട് ഓഫ് എവറി മെഷർമെന്റ് ബൈ any measuring instrument contains some uncertainty. This uncertainty is called error. Next, every calculated quantity which is based on measured values also has an error. നമ്മൾ നേരത്തെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു, 5.234 അല്ലെങ്കിൽ 5.2 സെന്റിമീറ്റർ ആണ്. സാധാരണ സ്കെയിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്തു, 5.2 സെന്റിമീറ്റർ ആണ്. ഇത് ഓൾറെഡി എറർ ഉള്ള ഒരു മെഷർമെന്റ് ആണെന്ന് നമുക്കറിയാം. ഈ മെഷർമെന്റ് യൂസ് ചെയ്ത് നമ്മൾ ഇനി ആ സിലിണ്ടറിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ വോളിയം കാണാനുള്ള ഇക്വേഷൻ 4πr² L ആണ്. അപ്പൊ ഇതേ മെത്തേഡ് വെച്ച് സ്കെയിൽ വെച്ച് നമ്മൾ ആ സിലിണ്ടറിന്റെ റേഡിയസും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ മെഷർമെന്റിലും ഒരു എറർ ഉണ്ടാകും. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും അവിടെ ഒരു എറർ ഉണ്ട്. അപ്പോൾ നമ്മൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ πr² L എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ വോളിയം കാൽക്കുലേറ്റ് ചെയ്ത ആ വാല്യൂവിലും ഒരു എറർ ഉണ്ടായിരിക്കും. every calculated quantity which is based on measured values. അപ്പോൾ ഈ മെഷേർഡ് വാല്യൂസ് യൂസ് ചെയ്ത് നമ്മൾ എന്തെല്ലാം കാൽക്കുലേഷൻസ് ചെയ്താലും ആ കാൽക്കുലേഷൻസിനെല്ലാം വോളിയം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വോളിയത്തിന്റെ കാൽക്കുലേഷനിലും ഒരു എറർ ഉണ്ടായിരിക്കും. സോ every calculated quantity which is based on measured values also has an error. Next,
ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ഒരു മെഷേർഡ് വാല്യൂസിന്റെ ആക്യുറസിയും പ്രിസിഷനും രണ്ടും ഡിഫറെന്റ് ആണ്. ആക്യുറസി എന്താണെന്ന് നോക്കാം. ആക്യുറസി ഓഫ് എ മെഷർമെന്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ അതിനൊരു ട്രൂ വാല്യൂ ഉണ്ട്, ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ മെഷർ ചെയ്ത വാല്യൂ ഈ ട്രൂ വാല്യൂവിനോട് എത്രത്തോളം ക്ലോസ് ആണ്, എത്രത്തോളം അടുത്താണ് എന്നതാണ് ആക്യുറസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെഷേർഡ് വാല്യൂ അതിന്റെ ട്രൂ വാല്യൂവിനോട് വളരെ അടുത്താണ്, വളരെ ക്ലോസ് ആണെങ്കിൽ ആ മെഷേർഡ് വാല്യൂ വളരെ ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പ്രിസിഷൻ. Precision tells us to what resolution or limit the quantity is measured. ഇപ്പൊ precision എന്നത് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം റെസൊല്യൂഷനോട് കൂടിയിട്ടാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു മീറ്റർ സ്കെയിൽ ആണെങ്കിൽ റെസൊല്യൂഷൻ കുറവാണ്, സ്ക്രൂ ഗേജ് ആണെങ്കിൽ റെസൊല്യൂഷൻ വളരെ ഹൈ ആണ്. ഇപ്പൊ സ്ക്രൂ ഗേജ് വെച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി റെസൊല്യൂഷൻ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള മെഷർമെന്റ് എടുക്കാനായിട്ട് സാധിക്കും, കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള റീഡിംഗ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എത്രത്തോളം റെസൊല്യൂഷനോട് കൂടിയാണ് ഒരു മെഷർമെന്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നതാണ് പ്രിസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഡിവൈസസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ പ്രിസിഷൻ നമുക്ക് അങ്ങനെയാണ് പറയാനായിട്ട് സാധിക്കുക. ഇപ്പൊ മീറ്റർ സ്കെയിൽ ആണെങ്കിൽ അതിന്റെ റീഡിങ്ങിന് നമ്മൾ എടുക്കുന്ന മെഷർമെന്റിന് പ്രിസിഷൻ കുറവായിരിക്കും. അതേസമയം സ്ക്രൂ ഗേജ് ആണെങ്കിൽ സ്ക്രൂ ഗേജ് വെച്ച് കുറച്ചും കൂടി റെസൊല്യൂഷനോട് കൂടിയിട്ട് നമുക്ക് റിസൾട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ടിന് ആ മെഷേർഡ് വാല്യൂവിന് പ്രിസിഷൻ കൂടുതലായിരിക്കും. ഈ 5.2 സെന്റിമീറ്റർ എന്നതിന് പ്രിസിഷൻ കുറവാണ്, അതേസമയം 5.234 സെന്റിമീറ്റർ എന്നതിന് പ്രിസിഷൻ കൂടുതലാണ്. ആക്യുറസി ആൻഡ് പ്രിസിഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ആക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വി ആർ ടേക്കിംഗ് എ ചോക്ക് പീസ്. ഈ ചോക്ക് പീസിന്റെ ലെങ്ത് മെഷർ ചെയ്യാണ്. ഇതിന്റെ ട്രൂ വാല്യൂ എന്നത് 3.678 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആക്ച്വൽ ആയിട്ടുള്ള ഈ ചോക്ക് പീസിന്റെ ലെങ്ത് 3.678 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ അത് മെഷർ ചെയ്ത് നോക്കുകയാണ്. ഡിഫറെന്റ് ഡിവൈസസ് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമ്മൾ ഈ ചോക്ക് പീസിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്നു. വി ആർ ടേക്കിംഗ് എ മീറ്റർ സ്കെയിൽ. ഈ മീറ്റർ സ്കെയിൽ വെച്ച് ഈ ചോക്ക് പീസിന്റെ ലെങ്ത് മെഷർ ചെയ്തപ്പോൾ ഈ മീറ്റർ സ്കെയിലിന്റെ റെസൊല്യൂഷൻ 0.1 സെന്റിമീറ്റർ ആണ്. അപ്പൊ 0.1 സെന്റിമീറ്റർ വരെയാണ് ഈ മീറ്റർ സ്കെയിൽ വെച്ച് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ഡെസിമൽ പോയിന്റ് വരെ നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മെഷർ ചെയ്തപ്പോൾ വന്നത് ലെങ്ത് ഇസ് ഈക്വൽ ടു 3.4 സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ ഇനി ട്രൂ വാല്യൂമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ട്രൂ വാല്യൂ 3.678 ആണ്. ഇവിടെ നമുക്ക് ലഭിച്ചത് 3.4 ആണ്. അപ്പൊ ട്രൂ വാല്യൂവിനോട് അടുത്ത് എത്തിയിട്ടില്ല. 3.6 ആണ്, ഇത് 3.4 സെന്റിമീറ്റർ എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്കത് ക്ലിയർ ആണ്, ഇത് ആക്യുറസി ഇല്ല, ഇത് നോട്ട് സോ ആക്യുറേറ്റ്. ആക്യുറസി വളരെ കുറവാണ് ഈ ഒരു മെഷർമെന്റിന്. ഇനി പ്രിസിഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ഡെസിമൽ ഡിജിറ്റ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ മെഷർ ചെയ്തപ്പോൾ റെസൊല്യൂഷൻ ഇവിടെ കുറവായതുകൊണ്ട് ഫസ്റ്റ് ഡെസിമൽ പോയിന്റ് 3.4 സെന്റിമീറ്റർ വരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രിസിഷനും കുറവാണ്, ആക്യുറസിയും കുറവാണ്. സോ ദിസ് മെഷർമെന്റ് ഈസ് വിത്ത് ലോ ആക്യുറസി ആൻഡ് ലോ പ്രിസിഷൻ. Again we are taking the length of this chalk piece. ഈ ചോക്ക് പീസിന്റെ ലെങ്ത് ഇതേ മീറ്റർ സ്കെയിൽ വെച്ച് തന്നെ ഒന്നും കൂടി എടുത്തു നോക്കി. ഇപ്പൊ രണ്ടാമത് റിസൾട്ട് മെഷർമെന്റ് എടുത്തപ്പോൾ കിട്ടിയ വാല്യൂ ലെങ്ത് ഇസ് ഈക്വൽ ടു 3.6 സെന്റിമീറ്റർ എന്നാണ് കിട്ടിയത്. അപ്പൊ രണ്ടാമത് ചെയ്തപ്പോൾ 3.6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഈ റിസൾട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ ട്രൂ വാല്യൂ 3.678 ആണ്, ലെങ്ത് നമുക്ക് കിട്ടിയത് 3.6 സെന്റിമീറ്റർ. സോ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ ട്രൂ വാല്യൂ. അപ്പൊ ട്രൂ വാല്യൂമായിട്ട് വളരെ ക്ലോസ് ആണ്. അതിന്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ഡെസിമൽ ഡിജിറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല, കാരണം ഇതിന് റെസൊല്യൂഷൻ കുറവായതുകൊണ്ട്. അപ്പൊ ഇത് വളരെ ക്ലോസ് ആയതുകൊണ്ട് ട്രൂ വാല്യൂമായിട്ട് ഈ 3.6 വളരെ ക്ലോസ് ആയതുകൊണ്ട് ഇതിന്റെ ആക്യുറസി വളരെ കൂടുതലാണ്. ഇറ്റ് ഈസ് വിത്ത് ഹൈ ആക്യുറസി എന്ന് പറയാം. അപ്പൊ ആക്യുറസി വളരെ ഹൈ ആണ്, അതേസമയം പ്രിസിഷൻ ഇല്ല, കാരണം നമുക്ക് ഫസ്റ്റ് ഡെസിമൽ പോയിന്റ് വരെ കിട്ടിയിട്ടുള്ളൂ. ഹൈ റെസൊല്യൂഷൻ, അതായത് പ്രിസിഷൻ കൂടുതലാവണമെങ്കിൽ ഇതിന്റെ അടുത്ത ഡെസിമൽ ഡിജിറ്റ്സും കൂടി നമുക്ക് കിട്ടണം, അപ്പോഴാണ് കൂടുതൽ പ്രിസൈസ് ആവുകയുള്ളൂ. സോ വി ക്യാൻ സേ ദിസ് മെഷർമെന്റ് ഈസ് വിത്ത് ഹൈ ആക്യുറസി ബട്ട് ലോ പ്രിസിഷൻ. ഇനി നെക്സ്റ്റ് വി ആർ ടേക്കിംഗ് ദ ലെങ്ത് ഓഫ് ദിസ് ചോക്ക് പീസ് വിത്ത് എ സ്ക്രൂ ഗേജ്. ഒരു സ്ക്രൂ ഗേജ് യൂസ് ചെയ്ത് ഇതേ ചോക്ക് പീസിന്റെ ലെങ്ത് മെഷർ ചെയ്യാണ്. സ്ക്രൂ ഗേജിന് റെസൊല്യൂഷൻ കൂടുതലാണ്. ഇറ്റ്സ് റെസൊല്യൂഷൻ ഈസ് 0.001 സെന്റിമീറ്റർ. അപ്പൊ തേർഡ് ഡെസിമൽ ഡിജിറ്റ് വരെ ഇൻ സെന്റിമീറ്ററിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മെഷർ ചെയ്യാനായിട്ട് ഈ സ്ക്രൂ ഗേജ് വെച്ച് സാധിക്കും.
അപ്പൊ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ ഫസ്റ്റ് മെഷർമെന്റ് കിട്ടിയത് ലെങ്ത് ഇസ് ഈക്വൽ ടു 3.438 സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ 3.438 ആണ്, 3.4 ആണ്, ഇവിടെ 3.6 ആണ്. അപ്പൊ ആക്യുറസി നോക്കുകയാണെങ്കിൽ അത് ട്രൂ വാല്യൂവുമായിട്ട് ക്ലോസ് അല്ല. ഇത് 3.6 ആണ്, ഇവിടെ 3.4 വന്നിട്ടുള്ളൂ. അപ്പൊ ട്രൂ വാല്യൂവുമായിട്ട് ഇത് ക്ലോസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആക്യുറസി കുറവാണ്. പക്ഷെ പ്രിസിഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഡെസിമൽ, സെക്കൻഡ് ആൻഡ് തേർഡ് ഡെസിമൽ ഡിജിറ്റ് വരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് പറയാനായിട്ട് ഈ സ്ക്രൂ ഗേജ് വെച്ച് സാധിച്ചിട്ടുണ്ട്. അപ്പൊ റെസൊല്യൂഷൻ കുറച്ചും കൂടി കൂടുതലുള്ള ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് ആ റീഡിംഗ് എടുത്തപ്പോഴും നമുക്ക് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് വാല്യൂ എടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ റീഡിങ്ങിന് പ്രിസിഷൻ കൂടുതലാണ്, പക്ഷെ അതിന്റെ ആക്യുറസി കുറവാണ്. ട്രൂ വാല്യൂവിൽ നിന്ന് ഡിഫറൻസ് കൂടുതലുള്ളത് കൊണ്ട് then we can say low accuracy and high precision. അപ്പൊ ഇവിടെ ആക്യുറസി കുറവാണ്, പക്ഷെ precision high ആണ്. Again we are taking the length of this chalk piece with the same screw gauge. ഈ സ്ക്രൂ ഗേജ് വെച്ച് തന്നെ ഒരിക്കൽ കൂടി ഇതിന്റെ മെഷർമെന്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ലെങ്ത് ലഭിക്കുന്നത് 3.674 സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇത് 3.6 ആണ്, ട്രൂ വാല്യൂ 3.6 തന്നെയാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ ട്രൂ വാല്യൂ. ട്രൂ വാല്യൂമായിട്ട് വളരെ ക്ലോസ് ആണ്. സോ ഇറ്റ് ഈസ് വിത്ത് ഹൈ ആക്യുറസി. അപ്പൊ ആക്യുറസി വളരെ ഹൈ ആണ്. ഇനി അതിന്റെ പ്രിസിഷൻ നോക്കുകയാണെങ്കിൽ അതിന്റെ തേർഡ് ഡെസിമൽ ഡിജിറ്റ് വരെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു എറർ ഉണ്ട്. ഏത് മെഷർമെന്റ് എടുക്കുമ്പോഴും ഒരു എറർ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ 8 ആണ്, ഇവിടെ 4 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ചെറിയൊരു എറർ ഉണ്ട്, പക്ഷെ ഇത് വളരെ പ്രിസൈസ് ആണ്. ഇതിനോട് വളരെ അടുത്ത് ആ തേർഡ് ഡെസിമൽ പ്ലേസ് വരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നമുക്ക് മനസ്സിലായി ഇത് ആക്യുറസി വളരെ കൂടുതലാണ്. തേർഡ് ഡെസിമൽ ഡിജിറ്റ് വരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിന്റെ പ്രിസിഷനും കൂടുതലാണ്. സോ ദിസ് മെഷർമെന്റ് ഈസ് വിത്ത് ഹൈ ആക്യുറസി ആൻഡ് ഹൈ പ്രിസിഷൻ. അപ്പൊ റീഡിങ്സ് ഇതാണ് ആക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഈ ആക്യുറസിയും പ്രിസിഷൻ, ഈ പ്രിസിഷൻ എന്ന് പറയുന്നത് ആക്യുറസിയുമായിട്ട് ഒട്ടും ബന്ധപ്പെട്ടിരിക്കുന്നില്ല. പ്രിസിഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആക്യുറസി. പ്രിസിഷൻ എന്നത് ആക്യുറസിയുമായി അതിന് യാതൊരു റിലേഷനും ഇല്ല. അതായത് പ്രിസിഷന്റെ വാല്യൂ കൂടുതലായതുകൊണ്ട് ആക്യുറസി കൂടുതലാവണമെന്നില്ല. ഇവിടെ നമ്മൾ കണ്ടു പ്രിസിഷൻ വളരെ ഹൈ ആണ്, 3.438 ആണ്, പക്ഷെ അതിന് ആക്യുറസി വളരെ കുറവാണ്. അതുപോലെ തന്നെ പ്രിസിഷന്റെ വാല്യൂ വളരെ കുറവാണ്, വളരെ ലോ പ്രിസിഷൻ ആണ്. ഇവിടെ 3.6 സെന്റിമീറ്റർ ആണ്, അതിന്റെ പ്രിസിഷൻ വളരെ കുറവാണ്, പക്ഷെ അതിന്റെ ആക്യുറസി ആണെങ്കിലോ ഹൈ ആക്യുറസി ആണ്. ഇപ്പൊ പ്രിസിഷൻ ആൻഡ് ആക്യുറസി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. പ്രിസിഷൻ ഹൈ ആവാം, ആക്യുറസി ലോ ആയിരിക്കാം. അതേസമയം പ്രിസിഷൻ ലോ ആവാം, ആക്യുറസി ഹൈ ആവാം. That is, a measurement can have more accuracy with a less precision or less accuracy with a more precision. അപ്പൊ രണ്ട് വിധത്തിലും മാറി വരാം. ഇനി അതല്ല, ഇവിടെ നമ്മൾ കണ്ടതുപോലെ ആക്യുറസിയും വളരെ ലോ ആയിരിക്കാം, പ്രിസിഷനും വളരെ ലോ ആയിരിക്കാം. അതല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റ് വരണമെങ്കിൽ ഹൈ ആക്യുറസിയും ഹൈ പ്രിസിഷനും വേണം. അപ്പൊ എപ്പോഴും ഒരു മെഷർമെന്റ് വേണ്ടത് ഹൈ ആക്യുറസിയോടും ഹൈ പ്രിസിഷനോടും കൂടി എടുത്താൽ മാത്രമേ ഒരു മെഷർമെന്റ് എപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോഴും ഇറ്റ് ഷുഡ് ബി വിത്ത് ഹൈ ആക്യുറസി ആൻഡ് ഹൈ പ്രിസിഷൻ. റെസൊല്യൂഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഡിവൈസസ്, അതായത് ഒരു മീറ്റർ സ്കെയിലും സ്ക്രൂ ഗേജും വെച്ച് മെഷർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ ആക്യുറസി അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ പ്രിസൈസ് എന്ന് നമ്മൾ കണ്ടു. നെക്സ്റ്റ് വി ആർ ടേക്കിംഗ് എ സിംഗിൾ ഇൻസ്ട്രുമെന്റ്. ഒരേ ഇൻസ്ട്രുമെന്റ് വെച്ച് തന്നെ 5 or 6 ടൈംസ്, 5 or 6 തവണ ഒരു മെഷർമെന്റ് റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ ആക്യുറേറ്റ് അല്ലെങ്കിൽ പ്രിസൈസ് എന്ന് നോക്കാം. ദ ആക്യുറസി ഈസ് ക്ലോസ്നെസ് ഓഫ് ദി മെഷർമെന്റ് ടു എ ട്രൂ വാല്യൂ. ആക്യുറസി എന്നത് ട്രൂ വാല്യൂമായിട്ടുള്ള ക്ലോസ്നെസ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. while precision is the closeness of the measurement to each other. Precision എന്ന് പറയുന്നത് ഒരു 5 റീഡിങ്സ് നമ്മൾ എടുത്താൽ ആ 5 റീഡിങ്സ് തമ്മിലുള്ള ക്ലോസ്നെസ്, അതിനെയാണ് precision എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എയറോ ഷൂട്ടിംഗ് ടാർഗറ്റ് ആണിത്. ഈ ടാർഗറ്റിന്റെ സെന്റർ പൊസിഷൻ ഇറ്റ് ഈസ് കോൾഡ് ബുൾസൈ. ആ പൊസിഷനിലേക്ക് ആരോസ് ഷൂട്ട് ചെയ്യണം. അപ്പൊ ഒരു ഷൂട്ടർ ഒരു 5 ട്രയൽസ് എടുക്കുകയാണ്. ഈ 5 ട്രയൽസിലെയും പൊസിഷൻസ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പൊസിഷൻസ് നോക്കിയാൽ കാണാം ഇത് ആ സെൻട്രൽ പൊസിഷനോട് ഒട്ടും ക്ലോസ് അല്ല. ഇപ്പൊ ട്രൂ വാല്യൂവിനോട് ഒട്ടും ക്ലോസ് അല്ലാത്തത് കൊണ്ട് ഇവിടെ ആക്യുറസി വളരെ കുറവാണ്. ഇനി അതിന്റെ പ്രിസിഷൻ നോക്കിയാൽ, പ്രിസിഷൻ എന്ന് പറയുന്നത് ഈ 5 ട്രയൽസിലെ പൊസിഷൻസും വളരെ ക്ലോസ് ആണെങ്കിൽ, വളരെ അടുത്താണെങ്കിൽ അതിനെ പറയുന്നതാണ് പ്രിസിഷൻ.
ഇവിടെ ഈ 5 ട്രയൽസിൽ വന്ന പൊസിഷൻസും വളരെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ പ്രിസിഷനും കുറവാണ്. സോ ദിസ് ഈസ് വിത്ത് ലോ ആക്യുറസി ആൻഡ് ലോ പ്രിസിഷൻ. നൗ ദിസ് ഷൂട്ടർ ഈസ് റിപ്പീറ്റിംഗ് ഹിസ് ട്രയൽസ്. അടുത്ത ട്രയലിൽ വരുന്നത് 5 ട്രയൽസ് തന്നെയാണ് എടുക്കുന്നത്. ഫസ്റ്റ് പൊസിഷൻ ഇതാണ്, ദെൻ സെക്കൻഡ്, ദെൻ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പൊ ഇവിടെ 5 ട്രയൽസ് നോക്കിയാലും ഈ 5 ട്രയൽസിലും അയാൾക്ക് കിട്ടിയ ആ പൊസിഷൻസ് എന്ന് പറയുന്നത് വളരെ റിലേറ്റീവ്ലി വളരെ ക്ലോസ്ഡ് ആണ്. ഈ 5 പൊസിഷൻസും വളരെ ക്ലോസ്ഡ് ആണ്. അതിനെയാണ് പ്രിസിഷൻ എന്ന് വിളിക്കുന്നത്. പ്രിസിഷൻ ഈസ് ദ ക്ലോസ്നെസ് ഓഫ് ദി മെഷർമെന്റ് ടു ഈച്ച് അതർ. ഇപ്പൊ 5 ട്രയൽസിലെ പൊസിഷൻസും വളരെ ക്ലോസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് വിത്ത് ഹൈ പ്രിസിഷൻ എന്ന് പറയാം. പക്ഷെ ആക്യുറസി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബുൾസൈ ആ സെന്റർ പൊസിഷനിലേക്ക് എത്താനായിട്ട് അയാൾക്ക് സാധിച്ചിട്ടില്ല. അതിനോട് ഒട്ടും ക്ലോസ് അല്ല, അതായത് ട്രൂ വാല്യൂവിനോട് ഒട്ടും ക്ലോസ് അല്ലാത്തത് കൊണ്ട് ദിസ് ഈസ് വിത്ത് ലോ ആക്യുറസി. അപ്പൊ ആക്യുറസി ലോ ആണ്, അതേസമയം പ്രിസിഷൻ ഹൈ ആണ്. ലോ ആക്യുറസി, ഹൈ പ്രിസിഷൻ. അഗൈൻ ഹി ഈസ് മേക്കിംഗ് ട്രയൽസ്. അടുത്തതില് 5 പൊസിഷൻസ് നോക്കാം. ഈ പൊസിഷൻസ് വരുന്നത് ഇപ്രകാരമാണ് 5 പൊസിഷൻസ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാല് ഈ സെന്റർ പൊസിഷനോട് വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിൽ ഒരു തവണ ആ സെന്റർ പൊസിഷൻ അയാൾക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേസമയം അപ്പൊ ഇവിടെ ആക്യുറസി കൂടുതലാണ്. ഇറ്റ് ഈസ് ക്ലോസ് ടു ദ സെന്റർ പൊസിഷൻ ആയതുകൊണ്ട് ഇവിടെ ആക്യുറസി കൂടുതലാണെന്ന് പറയാം. അതേസമയം പ്രിസിഷൻ വരുന്നത്, പ്രിസിഷൻ ഇവിടെ കുറവാണ്. അതായത് ഈ 5 പൊസിഷൻസിനും ഇടയിലുള്ള ആ ക്ലോസ്നെസ് കുറവാണ്, അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പ്രിസിഷൻ ഇവിടെ കുറവാണ്, അതേസമയം ആക്യുറസി കൂടുതലാണ്. സോ ദിസ് ഈസ് വിത്ത് ഹൈ ആക്യുറസി ആൻഡ് ലോ പ്രിസിഷൻ. അപ്പൊ ഇവിടെ ആ ഷൂട്ടർക്ക് ഒരു തവണ മാത്രമേ ഈ ടാർഗറ്റില് കറക്റ്റ് ടാർഗറ്റ് അയാൾക്ക് എത്താനായിട്ട് സാധിച്ചുള്ളൂ. അപ്പൊ അയാൾക്ക് ഇതിന്റെ കൂടെ ഈ ആക്യുറസിയോടൊപ്പം പ്രിസിഷനും കൂടി ഉണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ സമയത്തും ഒരേപോലെ ഈ ടാർഗറ്റ് സെന്ററിൽ തന്നെ എത്താനായിട്ട് സാധിക്കും. അപ്പൊ അയാൾ ഹി ഈസ് മേക്കിംഗ് അഗൈൻ ട്രയൽസ് ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ട്രയൽ ഹി ഈസ് ഗെറ്റിംഗ് ദ റിസൾട്ട് ലൈക്ക് ദിസ്. അതായത് 5 ട്രയൽസിലും അയാൾക്ക് കിട്ടിയത് ആ കറക്റ്റ് ആ സെന്റർ പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ ഒരു ഷാർപ്പ് ഷൂട്ടർ ആണെങ്കിൽ ദിസ് ഈസ് വെരി ക്ലോസ് ടു ദ ട്രൂ വാല്യൂവിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ആക്യുറസി വളരെ കൂടുതലാണ്. പ്രിസിഷൻ നോക്കിയാൽ ഈ 5 റീഡിങ്സും 5 പൊസിഷൻസും വളരെ ക്ലോസ് ആണ്, അതുകൊണ്ട് പ്രിസിഷനും വളരെ കൂടുതലാണ്. അപ്പൊ എപ്പോഴും സോ ദിസ് ഈസ് വിത്ത് ഹൈ ആക്യുറസി ആൻഡ് ഹൈ പ്രിസിഷൻ. അപ്പൊ എല്ലായ്പ്പോഴും ഹൈ ആക്യുറസിയും പ്രിസിഷനും ഒരുമിച്ച് വന്നാൽ മാത്രമേ ആ ഒരു ഷാർപ്പ് ഷൂട്ടർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഏത് ട്രയൽ എടുത്താലും അയാൾക്ക് കറക്റ്റ് ആ ടാർഗറ്റിൽ തന്നെ എത്തണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വിത്ത് ഹൈ ആക്യുറസി ആൻഡ് ഹൈ പ്രിസിഷൻ. ഇനി റീഡിങ്സിന്റെ കേസിൽ നമുക്ക് ഇതൊന്ന് നോക്കാം, ഈ ആക്യുറസിയും പ്രിസിഷൻ എങ്ങനെയാണെന്ന്. ഒരു ട്രൂ വാല്യൂ വരുന്നത്, ഒരു ലെങ്ത് മെഷർമെന്റ് ട്രൂ വാല്യൂ 3.67 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് ട്രയലില് 5 റീഡിങ്സ് എടുത്തു. ഈ 5 റീഡിങ്സ് വന്നത് 3.49, 3.32, 3.59, 3.70, 3.72. ഇവിടെ നോക്കിയാൽ 3.67 ആണ് ട്രൂ വാല്യൂ. ഇതിൽ ഒരു വാല്യൂസും ആ 3.67ന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഇനി എല്ലാ റീഡിങ്സും തമ്മിൽ വളരെയധികം ഡിഫറൻസും ഉണ്ട്. ഇത് 3.32 ആണെങ്കിൽ 3.72 ആണ്. അപ്പൊ റിലേറ്റീവ് ആയിട്ടുള്ള ഈ വാല്യൂസിനിടയിലും ക്ലോസ്നെസ് ഇല്ല, ട്രൂ വാല്യൂമായിട്ടും ക്ലോസ് അല്ല. സോ ഇറ്റ് ഈസ് വിത്ത് ലോ ആക്യുറസി ആൻഡ് ലോ പ്രിസിഷൻ. ദെൻ നെക്സ്റ്റ് സെറ്റ് ഒരു റീഡിങ്സ് എടുത്തു. ഇത് 3.83, 3.82, 3.88, 3.81, 3.83. അപ്പൊ എല്ലാം 3.8, അതായത് വളരെ പ്രിസൈസ് ആയിട്ടാണ്, വളരെ അടുത്തടുത്തുള്ള, അതായത് പ്രിസിഷൻ ഈസ് ദ ക്ലോസ്നെസ് ഓഫ് മെഷർമെന്റ് ടു ഈച്ച് അതർ. അപ്പൊ ഓരോ മെഷർമെന്റും തമ്മിൽ വളരെ ക്ലോസ് ആണ്. അതേസമയം ട്രൂ വാല്യൂ 3.67 അത് ക്ലോസ് അല്ല. അപ്പൊ അതുകൊണ്ട് ലോ ആക്യുറസി ആണ്, അതേസമയം ഹൈ പ്രിസിഷൻ ആണ്. ദെൻ അഗെയിൻ എ സെറ്റ് ഓഫ് റീഡിംഗ് 3.59, 3.62, 3.69, 3.70, 3.72. അപ്പോൾ ട്രൂ വാല്യൂ 3.67 ആണ്. ഇതിൽ ഓരോ റീഡിംഗ് എടുത്താലും 3.67നോട് സംവാട്ട് ക്ലോസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആക്യുറസി കൂടുതലുണ്ട്. പക്ഷെ ഈ റീഡിങ്സിനിടയിലുള്ള ആ ഡിഫറൻസ് നോക്കിയാൽ ഇത് 3.72 ആണ്, ഇത് 3.59 ആണ്. അപ്പൊ 3.72നും 3.59നും ഇടയിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്രിസിഷൻ കുറവാണ്. അപ്പൊ ഇവിടെ ആക്യുറസി ഉണ്ടെങ്കിലും ഹൈ ആക്യുറസി ആണ്, ബട്ട് ലോ പ്രിസിഷൻ ആണ്. ഇനി നെക്സ്റ്റ് വൺ സെറ്റ് ഓഫ് റീഡിംഗ് 3.69, 3.63, 3.67, 3.62, 3.68. അപ്പൊ 3.67 ആണ് കറക്റ്റ് വാല്യൂ. അതിനോട് അടുത്തുള്ള വാല്യൂസ് ആണ് നമുക്ക് എല്ലാം കിട്ടിയത്. ഇറ്റ് ഈസ് ക്ലോസ് ടു ദ ട്രൂ വാല്യൂ, അതുകൊണ്ട് ഹൈ ആക്യുറേറ്റ് ആണ്. ഇനി അതേസമയം എല്ലാ റീഡിങ്സും നോക്കാം, എല്ലാം 3.69, 63. ഇപ്പൊ 62 ആൻഡ് 69 അത്രയേ ഒരു ഡിഫറൻസ് മാക്സിമം വരുന്നുള്ളൂ. അതായത് എല്ലാം വളരെ പ്രിസൈസ് ആണ്. അപ്പൊ ഹൈ ആക്യുറസിയും ഉണ്ട്,
ഹൈ പ്രിസിഷനും ഉണ്ട്. അപ്പൊ നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ എല്ലാ മെഷർമെന്റും ഇപ്രകാരം ഹൈലി ആക്യുറേറ്റ് ആയിരിക്കണം, ഹൈലി പ്രിസൈസും ആയിരിക്കണം. നെക്സ്റ്റ്, ഏതൊരു മെഷർമെന്റിലും എറർ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കണ്ടു. സോ എവറി മെഷർമെന്റ് ഈസ് അപ്രോക്സിമേറ്റ് ഡ്യൂ ടു എറേഴ്സ് ഇൻ മെഷർമെന്റ്. അപ്പൊ ഏതൊരു മെഷർമെന്റിലും എറർ ഉള്ളത് കൊണ്ട് ഏതൊരു മെഷേർഡ് വാല്യൂ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. There are two types of errors, that is systematic errors and random errors. Systematic errors are those errors that tend to be in one direction, either positive or negative. ഇപ്പൊ സിസ്റ്റമാറ്റിക് എറേഴ്സ് എപ്പോഴും ഒരു ഓർഡറിലായിരിക്കും. ഒന്നുകിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള എറർ ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അതായത് ഒരു 10 സെന്റിമീറ്റർ എന്നുള്ള ഒരു റീഡിംഗ് കിട്ടേണ്ടതിന് പകരം നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് കിട്ടുന്നത് 11 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ 25 സെന്റിമീറ്ററിന് പകരം 26 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ ആ ഇൻസ്ട്രുമെന്റ് വെച്ച് എപ്പോൾ മെഷർമെന്റ് എടുക്കുമ്പോഴും നമുക്ക് ശരിക്കും കിട്ടേണ്ട ട്രൂ വാല്യൂവിനേക്കാളും ഒരു 1 ഡിവിഷൻ കൂടുതലായിട്ടാണ് എപ്പോഴും കിട്ടുന്നത്. അപ്പൊ അത് ഒരു ഡയറക്ഷനിൽ മാത്രം എല്ലായ്പ്പോഴും വാല്യൂ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നു. അതുപോലെ ചില ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ 10 സെന്റിമീറ്റർ ലഭിക്കേണ്ടതിന് പകരം 8 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പൊ അവിടെ ഒരു 2 ഡിവിഷൻ അവിടെ കുറവായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ 25 സെന്റിമീറ്റർ ലഭിക്കേണ്ടതിന് പകരം 23 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. അതായത് ഒരു 2 ഡിവിഷൻ അവിടെ കുറവുണ്ട്. അപ്പൊ എല്ലായ്പ്പോഴും എത്ര ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ആ ഒരു മെഷർമെന്റിലുള്ള ആ ഒരു ഡിഫറൻസ് ഒരു ഒരു -2 ഡിവിഷന്റെ ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ഒരു റെഗുലർ ആയിട്ട് പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിട്ടോ, ഒന്നുകിൽ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും എറർ, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അത്തരം എറേഴ്സ് ആണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഈ സിസ്റ്റമാറ്റിക് എറേഴ്സിന്റെ പ്രത്യേകത, അതിന്റെ കാരണം മനസ്സിലായാൽ എല്ലാ റീഡിങ്ങിലും ഒരു +2 എന്നുള്ള വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇപ്പൊ 27 എന്ന റീഡിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ 27 -2 ഉള്ളൂ. അപ്പോൾ നമുക്ക് 25 എന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അത്തരം എറേഴ്സ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി സിസ്റ്റമാറ്റിക് എറേഴ്സ് നമുക്ക് സോൾവ് ചെയ്ത് എറർ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, റാൻഡം എറേഴ്സ്. The random errors are those errors which occur irregularly and hence are random with respect to sign and size. ഇപ്പൊ റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത് വിത്തൗട്ട് എനി ഓർഡർ, റാൻഡം മീൻസ് വിത്തൗട്ട് എനി ഓർഡർ, ഒരു പെർട്ടിക്കുലർ ഓർഡർ ഒന്നും ഇല്ലാതെ ഇറഗുലർ ആയിട്ടാണ് അത്തരം എറേഴ്സ് വരുന്നത്. അതായത് ഇടയ്ക്ക് വാല്യൂസ് കൂടുതലായിട്ട് വരാം, കിട്ടേണ്ട വാല്യൂവിനേക്കാളും വാല്യൂ കൂടുന്നു, ചിലപ്പോൾ കുറയുന്നു, ചിലപ്പോൾ സെയിം വാല്യൂ തന്നെ വരുന്നു. അങ്ങനെ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഓർഡർ ആണ്. അപ്പൊ അത് എപ്പോഴും പോസിറ്റീവ് എന്നോ എപ്പോഴും നെഗറ്റീവ് എന്നോ പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 2 ഡിവിഷൻ ആയിരിക്കും കൂടുതൽ വരുന്നത്, എന്നാൽ ചില സമയത്ത് 5 ഡിവിഷൻ കൂടുതൽ വരാം, ചിലപ്പോൾ അതൊരു -5 ആവാം, കുറഞ്ഞു വരാം. അപ്പൊ ഒരു പർട്ടിക്കുലർ ഓർഡർ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു എററിനെ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ആ റാൻഡം എറേഴ്സ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. സിസ്റ്റമാറ്റിക് എറർ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അതേസമയം റാൻഡം എറേഴ്സ് അങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സിസ്റ്റമാറ്റിക് എറേഴ്സും റാൻഡം എറേഴ്സും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. The systematic errors are those errors that tend to be in one direction, either positive or negative. Systematic errors എന്താണെന്ന് നമ്മൾ കണ്ടു. Now we discuss some of the sources of systematic errors. Systematic errors ഉണ്ടാവാനുള്ള ചില കാരണങ്ങളാണ്. That is instrumental errors that arises from the errors due to imperfect design or calibration of the measuring instrument, zero error in the instrument, etc. അതായത് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഇൻസ്ട്രുമെന്റിലെ ആ ഡിസൈനിലുള്ള എന്തെങ്കിലും ഇംപെർഫെക്ഷൻ മൂലമോ അതല്ലെങ്കിൽ അതിലെ കാലിബ്രേഷൻ റീഡിങ്സ് അടയാളപ്പെടുത്തിയിരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരാം, അല്ലെങ്കിൽ സീറോ എറർ, ഒരു ഇൻസ്ട്രുമെന്റിന്റെ സീറോ എറർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എടുക്കുന്ന മെഷർമെന്റിലും വ്യത്യാസം സംഭവിക്കാം. അത്തരം എറേഴ്സ് സിസ്റ്റമാറ്റിക് എറേഴ്സിന് ഒരു കാരണമാണ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു അമീറ്റർ ആണ്, കറണ്ട് മെഷർ ചെയ്യാനുള്ള ഒരു അമീറ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ അമീറ്ററിലെ ആ റീഡിംഗ് ശ്രദ്ധിച്ചാല് അത് നമ്മൾ കണക്ഷൻ കൊടുക്കാത്ത സമയത്ത്, അമീറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാത്ത സമയത്ത് ഈ നീഡിൽ നിൽക്കേണ്ടത് ഈ 0 എന്നുള്ള പൊസിഷനിലാണ് കറക്റ്റ് നിൽക്കേണ്ടത്. പക്ഷെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് 1 ആംപിയർ എന്നുള്ള പൊസിഷനിലാണ് ഇപ്പോൾ റീഡിംഗ് നിൽക്കുന്നത്. കറണ്ട് നമ്മൾ പാസ് ചെയ്യാത്ത സമയത്തും ഇതിലെ റീഡിംഗ് 1 ആംപിയർ ആണ് വരുന്നത്. ഇപ്പൊ നമ്മളൊരു വാല്യൂ മെഷർ ചെയ്യാണ്, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് മെഷർ ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 ആംപിയർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ആക്ച്വലി 4 ആംപിയർ ഉണ്ടായിരിക്കുള്ളൂ. കാരണം ഓൾറെഡി അതിന് 1 ആംപിയർ എന്നുള്ള ഒരു സീറോ എറർ ഉണ്ട്. അതിനെയാണ് നമ്മൾ സീറോ എറർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 5 ആംപിയർ എന്ന റീഡിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ആക്ച്വലി 4 ആംപിയറേ ഉള്ളൂ. ഇവിടെ ഒരു +1 ഉണ്ട്. ആ +1 എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം.
അപ്പൊ 4 ആംപിയറിൽ നിന്ന് എപ്പോഴും ആ 1 ആംപിയർ മൈനസ് ചെയ്താലാണ് ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂ നമുക്ക് ലഭിക്കുക. അപ്പൊ 10 ആംപിയർ എന്നാണ് ഈ 10 എന്നുള്ള റീഡിങ്ങിലാണ് ഈ നീഡിൽ നിൽക്കുന്നത് എങ്കിൽ അതിനർത്ഥം ആ 10ൽ നിന്ന് ഒരു 1 വാല്യൂ നമ്മൾ മൈനസ് ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 9 ആംപിയർ. അപ്പൊ അതാണ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതിന്റെ റീസൺ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇപ്പൊ +1 ഡിവിഷൻ ഇത് 0 എറർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മൈനസ് ചെയ്യണം. -1 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീഡിങ്ങിലെ എറർ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻസ്ട്രുമെന്റൽ എറർ. നെക്സ്റ്റ്, imperfection in experimental technique or procedure. അതായത് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റൽ പ്രൊസീജിയറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, പെർഫെക്റ്റ് അല്ലാത്ത ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പ്രൊസീജിയറിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മെഷർ ചെയ്ത വാല്യൂവിനും വ്യത്യാസം വരും. ഇതൊരു സിമ്പിൾ പെൻഡുലം ആണ്. ഈ സിമ്പിൾ പെൻഡുലം മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഈ സസ്പെൻഡ് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് ഈ ബോബിന്റെ സെന്റർ വരെയാണ് അതിന്റെ ലെങ്ത്. പക്ഷെ ഈ മെഷർമെന്റ് ചെയ്യുന്ന ഒരാൾ അത് തെറ്റായിട്ട്, അതായത് ഈ ഒരു പൊസിഷൻ വരെയാണ്, ഈ ബോബിന്റെ മുകളിൽ വരെയാണ് ലെങ്ത് എടുക്കുന്നതെങ്കിൽ അയാൾ മെഷർ ചെയ്യുന്ന ലെങ്ത് കുറവായിരിക്കും. അപ്പൊ ആക്ച്വൽ ആയിട്ടുള്ള ലെങ്തിനേക്കാളും കുറവ് ലെങ്തേ അയാൾ മെഷർ ചെയ്യുന്നുള്ളൂ. അപ്പൊ 10 സെന്റിമീറ്റർ ആണ് ലെങ്ത് എടുക്കേണ്ടതെങ്കിൽ അതിന് പകരം അയാൾ 9 സെന്റിമീറ്റർ തന്നെ മെഷർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടെ തെറ്റായ ഒരു പ്രൊസീജിയർ ആണ്. ആ തെറ്റായ പ്രൊസീജിയർ ഉപയോഗിച്ചത് കൊണ്ട് ഇതിന്റെ ഓസിലേഷൻ എടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്താൽ ആക്ച്വൽ 10 സെന്റിമീറ്ററിന് പകരം 9 സെന്റിമീറ്റർ ആയി എടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ലെങ്ത്തിന്റെ വാല്യൂ കുറവായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പീരീഡ് കിട്ടുന്നത് വാല്യൂ കുറവായിരിക്കും. ആക്ച്വൽ ആയിട്ട് കിട്ടേണ്ട പീരീഡ് ഓഫ് ഓസിലേഷൻ ടൈമിനേക്കാളും കുറവ് വാല്യൂ അയാൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഇവിടെയും ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ കറക്റ്റ് ആയിട്ട് ആ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എറർ പരിഹരിക്കാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ഇംപെർഫെക്റ്റ് പ്രൊസീജിയർ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഈ എറർ സംഭവിച്ചത്. നെക്സ്റ്റ്, personal errors that arise due to individuals' bias, lack of proper setting of the apparatus or individuals' carelessness. ഇപ്പോൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർമെന്റ് എടുക്കുന്ന വ്യക്തിയുടെ ചില പ്രത്യേകതകൾ കൊണ്ട് അയാൾ കെയർലെസ് ആയിട്ട് റീഡിംഗ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യാത്തത് കൊണ്ടോ ഒക്കെ മെഷർമെന്റിൽ മാറ്റം വരാം. അതിനൊരു എക്സാമ്പിൾ ആണ് പാരലാക്സ് എറർ. അതായത് ഈ ഒരു റീഡിംഗ് എടുക്കുമ്പോൾ ശരിക്ക് നോക്കേണ്ട പൊസിഷൻ, സ്കെയിൽ റീഡിംഗ് എടുക്കേണ്ടത് 10.4 milliliter എന്നാണ് എടുക്കേണ്ടത്. പക്ഷെ അയാൾ എപ്പോഴും നേരെ നിന്ന് റീഡിംഗ് എടുക്കുന്നതിന് പകരം അല്പം മാറി നിന്ന് ഈ ഒരു സൈഡിലേക്ക് നീങ്ങി നിന്നിട്ടാണ് റീഡിംഗ് എടുക്കുന്നതെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന റീഡിംഗ് 10.2 milliliter ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഈ സൈഡിൽ നീങ്ങി നിന്ന് റീഡിംഗ് എടുത്താൽ കിട്ടുന്ന റീഡിംഗ് 10.6 milliliter ആയിരിക്കും. അപ്പൊ അവിടെ ആ റീഡിംഗിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ആക്ച്വൽ ആയിട്ട് നിൽക്കേണ്ട പൊസിഷൻ വരാം. അപ്പൊ ഒരു വ്യക്തി ചെയ്യുന്ന ആ ഒരു കെയർലെസ്നെസ് കൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് അറിയാത്തത് കൊണ്ടോ ആ റീഡിംഗ് അങ്ങനെ എടുക്കുന്നതാണ്. അപ്പൊ അത്തരം എററും അത് കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ കറക്റ്റ് 10.4 milliliter എന്ന പൊസിഷനിൽ തന്നെ ആ റീഡിംഗ് എടുക്കാനായിട്ട് സാധിക്കും. ഇത് പാരലാക്സ് എറർ എന്നാണ് ഈ എററിനെ പറയുന്നത്. അപ്പൊ അത് സിസ്റ്റമാറ്റിക് എററിൽ വരുന്ന ഒരു ടൈപ്പ് എറർ ആണ്. സിസ്റ്റമാറ്റിക് എററിന് കാരണമാകുന്ന ഒരു കേസ് ആണ്. സോ ദീസ് 3 ആർ ദി സം കേസസ് ഓഫ് അല്ലെങ്കിൽ സം സോഴ്സസ് ഓഫ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. സെക്കൻഡ് ടൈപ്പ് എറർ ആണ് റാൻഡം എറേഴ്സ്. The random errors are those errors which occur irregularly and hence are random with respect to sign and size. അതായത് without any order random ആയിട്ട് വരുന്ന errors ആണ് random errors. These can arise due to random and unpredictable fluctuations in experimental conditions. അതായത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് predict ചെയ്യാൻ പറ്റാത്ത ചില ഫ്ലക്ച്വേഷൻസ്, ചില ഫിസിക്കൽ കണ്ടീഷൻസിന് ചില വേരിയേഷൻസ് വരാം. എക്സാമ്പിൾ, unpredictable fluctuation in temperature. അതായത് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലുള്ള ഒരു സമയമാണ്, ടെമ്പറേച്ചർ ഒരു 32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മഴ പെയ്ത് ടെമ്പറേച്ചർ കുറഞ്ഞു. അപ്പൊ റൂം ടെമ്പറേച്ചറിന്റെ വാല്യൂ ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചറിന് ഒരു വേരിയേഷൻ വന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന നമ്മൾ മെഷർ ചെയ്യുന്ന റീഡിങ്സിലും മാറ്റം സംഭവിച്ചേക്കാം. ദെൻ വോൾട്ടേജ് സപ്ലൈ, ഇലക്ട്രിക്കൽ എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെക്കേണ്ടി വരും. പക്ഷെ പെട്ടെന്ന് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വോൾട്ടേജിലും സപ്ലൈ വോൾട്ടേജിൽ വേരിയേഷൻസ് വന്നാൽ അത് നമ്മുടെ റീഡിങ്ങിനെ അത് ബാധിക്കും. ദെൻ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ഓഫ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. നമ്മൾ ചെയ്യുന്ന ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വൈബ്രേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ വൈബ്രേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ റീഡിംഗ് എടുക്കുന്നതിലും ചിലപ്പോൾ എറേഴ്സ് വരാനായിട്ട് കാരണമാകും. ദെൻ പേഴ്സണൽ അൺബയസ്ഡ് എറേഴ്സ് ബൈ ദ ഒബ്സർവർ ടേക്കിംഗ് റീഡിങ്സ് എക്സെട്ര. ഒരു എക്സാമ്പിൾ, നേരത്തെ നമ്മൾ സിസ്റ്റമാറ്റിക് എററിന് ഒരു എക്സാമ്പിൾ പാരലാക്സ് എറർ പറഞ്ഞു. അപ്പൊ അതില്
അയാൾ റീഡിംഗ് എടുക്കുന്നത് നേരെ നിന്ന് റീഡിംഗ് എടുക്കുന്നതിന് പകരം അല്പം ലെഫ്റ്റ് സൈഡിലേക്ക് മാറി നിന്നാണ് എല്ലായ്പ്പോഴും റീഡിംഗ് എടുക്കുന്നതെങ്കിൽ അത് എപ്പോഴും നമുക്ക് കിട്ടേണ്ട വാല്യൂവിനേക്കാളും കുറച്ച് ഹൈ വാല്യൂ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എല്ലാ റീഡിംഗ് എപ്പോഴും ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് റീഡിംഗ് എടുക്കുകയാണെങ്കിൽ ഒരേ എറർ തന്നെയാണ്, എപ്പോഴും വാല്യൂ കൂടി വരുന്നു, എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അതേസമയം ഒരു സമയത്ത് അയാൾ നേരെ നിന്ന് റീഡിംഗ് എടുക്കുന്നു, ഇടയ്ക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റീഡിംഗ് എടുക്കുന്നു, ഇടയ്ക്ക് റൈറ്റ് സൈഡിലേക്ക് മാറി നിന്ന് റീഡിംഗ് എടുക്കുന്നു. അങ്ങനെ അയാൾ വിത്തൗട്ട് എനി ഓർഡർ ഒന്നും ഇല്ലാതെ അയാൾ റീഡിംഗ് പല പോലെ എടുക്കുകയാണെങ്കിൽ അത് ഇടയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള റീഡിംഗ് ട്രൂ വാല്യൂവിനേക്കാളും കൂടുതലായിട്ടോ കുറവായിട്ടോ ഒക്കെ വരാം. അപ്പൊ അതൊരു റാൻഡം എറർ ആയിട്ട് മാറുന്നു. അങ്ങനെ ഒരു വ്യക്തിയുടെ കെയർലെസ്നെസ് മൂലമോ അയാൾ ചെയ്യുന്ന ഇറഗുലർ ആയിട്ടുള്ള ഒരു ഓർഡർ അല്ലാതെ വിത്തൗട്ട് എനി ഓർഡർ അയാൾ ചെയ്യുമ്പോഴൊക്കെ റാൻഡം എറേഴ്സിന് അത് കാരണമായിട്ട് തീരുന്നു. അപ്പോൾ 2 ടൈപ്സ് എറേഴ്സിലെ 2 തരം എറേഴ്സ് നമ്മൾ കണ്ടു, സിസ്റ്റമാറ്റിക് എറേഴ്സ് ആൻഡ് റാൻഡം എറേഴ്സ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് എറേഴ്സ് ആണ് ലീസ്റ്റ് കൗണ്ട് എറർ. ലീസ്റ്റ് കൗണ്ട്, the smallest value that can be measured by the measuring instrument is called least count. നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ്, അതിനെയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. The least count error is the error associated with the resolution of this instrument. അപ്പൊ റെസൊല്യൂഷൻ എന്ന് പറയുന്നതും ആ ലീസ്റ്റ് കൗണ്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഏറ്റവും സ്മോളസ്റ്റ് റീഡിംഗ് ആ ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ലീസ്റ്റ് കൗണ്ട് എറർ. എക്സാമ്പിൾ, എ മീറ്റർ സ്കെയിൽ ഹാസ് എ ലീസ്റ്റ് കൗണ്ട് ഓഫ് 0.1 സെന്റിമീറ്റർ. ഒരു മീറ്റർ സ്കെയിൽ, നമ്മൾ ഇത് നേരത്തെ കണ്ടത് തന്നെയാണ്, മീറ്റർ സ്കെയിലിന് 1 മില്ലിമീറ്റർ ആണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട്, ഏറ്റവും ചെറിയ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റുന്നത്. 1 മില്ലിമീറ്ററിന് നമുക്ക് 0.1 സെന്റിമീറ്റർ എന്ന് വിളിക്കാം. Then a vernier caliper has a least count of 0.01 centimeter and a screw gauge and spirometer has a least count of 0.001 centimeter. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അപ്പൊ ലീസ്റ്റ് കൗണ്ട് ഏറ്റവും കുറവ് വരുന്നത് ഇവിടെ സ്ക്രൂ ഗേജ് അല്ലെങ്കിൽ സ്പിറോമീറ്ററിനാണ്. അതായത് ഏറ്റവും പ്രിസൈസ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റീഡിംഗ് എടുക്കാൻ സാധിക്കുന്നത് സ്ക്രൂ ഗേജ് വെച്ചാണ്. അപ്പൊ നമ്മൾ അതിന് പകരം ഒരു മീറ്റർ സ്കെയിൽ വെച്ച് റീഡിംഗ് എടുത്താൽ അവിടെ ഒരു എറർ ഉണ്ടാവും. ആ എററിനെ നമ്മൾക്ക് ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് വിളിക്കാം. 5.234 എന്ന് എടുക്കുന്നതിന് പകരം മീറ്റർ സ്കെയിൽ വെച്ച് 5.2 എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടെ എറർ ഉണ്ടാകുന്നതിന് കാരണം അതിന്റെ ലീസ്റ്റ് കൗണ്ടിന്റെ വാല്യൂ കൂടുതലാണ്, അതായത് 0.1 സെന്റിമീറ്റർ ആണ്. ലീസ്റ്റ് കൗണ്ട് കുറയുമ്പോഴാണ് നമുക്ക് പ്രിസിഷൻ കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ അത്തരം എററിനെ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് വിളിക്കുന്നു. ഈ ലീസ്റ്റ് കൗണ്ട് എറർ ചില സമയത്ത് അത് സിസ്റ്റമാറ്റിക് എറർ ആയിട്ട് വരും, നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ചില കേസുകളിൽ അത് ഒരു റാൻഡം എറർ ആയിട്ടും വരും. അത്തരം കേസിൽ നമുക്ക് അത് പരിഹരിക്കാനായിട്ട് സാധിക്കാതെയും വരും. അപ്പൊ ലീസ്റ്റ് കൗണ്ട് എറർ ചിലപ്പോൾ റാൻഡം എററും ചിലപ്പോൾ സിസ്റ്റമാറ്റിക് എററുമായിട്ട് വരാറുണ്ട്. Using instruments of higher precision, improving experimental techniques, etc., we can reduce least count error. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എറർ പരിഹരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടുന്ന ലീസ്റ്റ് കൗണ്ട് ഏറ്റവും കുറവുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് എറർ നമുക്ക് കുറെയൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും.